വെൽക്കം ബാക്ക്. ഭാരതാംബയിൽ പോരിലേക്ക് എന്നാണ് ചോദ്യം. ഭാരതാംബ പോരിനുള്ളൊരു ഉപകരണമായി മാറുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതൊരു സാഹിത്യ സാംസ്കാരിക ചിഹ്നം മാത്രമാണ് ഭാരതാംബ. അതിനെ രാഷ്ട്രീയ ചിഹ്നമായി, ഒരു ദേശീയ ചിഹ്നമായി പ്രതിഷ്ഠിച്ച് ഒരു പുതിയ വിവാദത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഉള്ളിൽ സംഘപരിവാറുകാരനും പുറമേ ഗവർണറുമായി നിൽക്കുന്ന രാജേന്ദ്ര ആർലേക്കർ. നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 5ഓളം പാർട്ടികളിൽ നിന്ന് മാറി മാറി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തികഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോക്താവായിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. ഭാരതീയ ക്രാന്തിദൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BSP, പിന്നീട് ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തുന്ന ഒരു കാലം. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല രാജേന്ദ്ര ആർലേക്കർ. രാജേന്ദ്ര ആർലേക്കർ അന്നും ഇന്നും കറകളഞ്ഞ സംഘപരിവാറുകാരനാണ്. ഒരൊറ്റ പാർട്ടിയിൽ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിച്ചുള്ളൂ, BJP. ഒരൊറ്റ സംഘടനയുടെ ആശയമേ രാജേന്ദ്ര ആർലേക്കറിനെ നയിച്ചിട്ടുള്ളൂ, അത് RSS. ആ രാജേന്ദ്ര ആർലേക്കർ പരീക്കറിന് ശേഷം ഒരു പക്ഷേ ഗോവ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും 3 സംസ്ഥാനങ്ങളിലെ ഗവർണർ സ്ഥാനവും മാത്രം കിട്ടിയ രാജേന്ദ്ര ആർലേക്കറിന് തന്നെ കേരളത്തിൽ നിയമിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഉദ്യമം മിഷൻ നടപ്പിലാക്കണം. ആ രാഷ്ട്രീയ മിഷൻ നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ SFIയെ നേരിടുന്ന പ്രകടനപരമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചതെങ്കിൽ രാജേന്ദ്ര ആർലേക്കറിൻ്റേത് ബുദ്ധിപൂർവമായ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. ചിഹ്നങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങനെ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, അതിനുശേഷം അതുണ്ടാക്കുന്ന ചർച്ച കണ്ട് രസിക്കുക. ഇതാണ് കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ്. എന്നാൽ സർക്കാരുമായി ഭരണത്തിൽ നേരിട്ടുള്ള പോരാട്ടമില്ല. എന്നാൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതീകാത്മകമായൊരു പോരാട്ടമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അപകടകരമായ നീക്കമാണ് രാജേന്ദ്ര ആർലേക്കർ നടത്തുന്നതെന്നാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം എന്താ? ഇന്ന് വായനാ ദിനമല്ലേ, PN പണിക്കരുടെ ദിനമല്ലേ, ഇന്ന് കുട്ടികളെല്ലാവരും വായിച്ചു പഠിച്ച് അറിഞ്ഞു വളരേണ്ട കാലമല്ലേ. ഇന്നത്തെ വായനാ ദിനത്തിൻ്റെ മോട്ടോ എന്താ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചിന്ത എന്താണ്? അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതാംബ ഏത് ഭാരതാംബയാ? ആ ഭാരതാംബയെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഒരു ദേശീയ ചിഹ്നമായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്കറിയാവുന്ന ഭാരതാംബ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1873 വന്ന നാടകമായിരിക്കുന്ന ഭാരതാംബയാണ്. ആ നാടകം സൃഷ്ടിക്കപ്പെട്ട ബംഗാളിലെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഒരു ഫെമീൻ നിൽക്കുന്ന, ബംഗാൾ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ നാടകമാണ് ഭാരതാംബ. ആ ഭാരതാംബയാണോ ഈ താമരയും അതേപോലെ ഇന്ത്യയുടെ തന്നെ ഭൂപടം മാറ്റി എഴുതിയ ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കാവിക്കൊടി എന്തിയ ഭാരതാംബ? അങ്ങനൊരു ഭാരതാംബയെ 1873 ആരും കണ്ടിട്ടില്ല. 1905 1904 ലോർഡ് കഴ്സൺ വന്ന് ഇന്ത്യ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാളിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനായ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഒരു ഭാരത് മാതയുണ്ട്. കയ്യിൽ വെള്ളത്തുണിയും ഒപ്പം തന്നെ ഭക്ഷണവും കറ്റയും ഈ രുദ്രാക്ഷവും ആയി നിൽക്കുന്ന ഒരു ഭാരത് മാതയുണ്ട്. അവിടെ പുസ്തകവുമായി നിൽക്കുന്ന ഭാരത് മാതയുണ്ട്. ആ ഭാരതാംബയല്ലല്ലോ നമ്മളിന്ന് കണ്ടത്. പുസ്തകമായി നിൽക്കുന്ന ഭാരതാംബയോ രുദ്രാക്ഷമായി നിൽക്കുന്ന വെള്ളത്തുണിയുമായി നിൽക്കുന്നതിനുമായി നിൽക്കുന്ന ഭാരതാംബയോ അല്ല നമ്മൾ കണ്ടത്. കാവിക്കൊടി എന്ന് നിൽക്കുന്ന ഭാരതാംബ എവിടെ നിന്ന് വന്നു? അവിടെയാണ് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി ചോദിച്ച ചോദ്യം. ഈ കുട്ടികളുടെ മുന്നിൽ ഈ ഭാരതാംബ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആരുടേതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ഗാന്ധിയുടെ ആണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു, അത് പ്രധാനമന്ത്രിയുടേതാണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഇതൊന്നുമില്ലാതെ 1950 ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ടിലാണ് നമ്മുടെ രാജ്യത്ത് പ്രോട്ടോകോൾ പ്രകാരം ഉപയോഗിക്കാവുന്നതും അതല്ലെങ്കിൽ ഔദ്യോഗികമായി ഉപയോഗിക്കാവുന്നതും അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമായ ഒരു ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ 1950 എംബ്ലംസ് ആക്ടിലോ 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിലോ ഈ സിംബലിനെ കുറിച്ച് പറയുന്നില്ല. ഒരിടത്തും നമ്മൾ അത് സിംബലായിട്ട് ഉപയോഗിച്ചിട്ടില്ലെന്നേ. കേരളത്തിൽ ഇന്നേ വരെ ഇതേ ചരിത്രത്തിൽ നാടകത്തിലും കവിതയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാത ഭീഗിരിയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനിച്ച നാട് ഏതാ? നമ്മൾ കുറച്ചു കാലം വരെ തിരുവിതാംകൂറുകാരായിരുന്നു, കുറച്ചു കാലം വരെ കൊച്ചിക്കാരായിരുന്നു, കുറച്ചു കാലം വരെ മദ്രാസിയായിരുന്നു. പിന്നീടാണ് നമുക്ക് കേരളം ഉണ്ടാവുന്നത്, പിന്നീടാണ് നമുക്ക് ഇന്ത്യ ഉണ്ടാവുന്നത്, ഭാരതം എന്ന സങ്കല്പം തന്നെ ഉണ്ടാവുന്നത്. ആ ഭാരതം എന്ന സങ്കല്പത്തിന് ദീർഘകാലത്തെ ചരിത്രം കഥകളിൽ പറയുന്നുണ്ട്, ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ചരിത്രം പക്ഷേ നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യ രാജ്യമായി വരുന്നത് 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിനു ശേഷമാണ്. അപ്പോൾ ആ ഭൂമിയുടെ ഇന്ത്യയുടെ മാപ്പ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മാപ്പല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്താ? അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഖണ്ഡ ഭാരതം എന്ന ആശയമാണ്. ആ അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ എവിടെയാ ഇന്ത്യയുടെ കാശ്മീർ കിടക്കുന്നത്? കാശ്മീർ കാണാനില്ലല്ലോ. നമ്മളതല്ലേ കഴിഞ്ഞ
കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്? ആ അഖണ്ഡ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ഹിന്ദു സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ച, മറാത്ത സാമ്രാജ്യം ഉണ്ടാവുന്ന 16-17 നൂറ്റാണ്ടുകളിൽ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലമാണ്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചിത്രം എന്താണെന്നേ, ആ ചിത്രം എന്താണ് എന്ന് പറയുമ്പോഴാണ് ആ സങ്കല്പം കൊണ്ടുവന്ന ആളെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. രാജേന്ദ്ര ആർലേക്കർ പറയാൻ ശ്രമിച്ചത് എന്താ? ഇത് അംബേദ്കർ സൃഷ്ടിച്ച, ഗാന്ധി സൃഷ്ടിച്ച, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ നൽകി, അവരുടെ ജീവിതം നൽകി സൃഷ്ടിച്ച ഒരു ഇന്ത്യ അല്ല ഇതൊന്നും. പകരം ഈ ഇന്ത്യ എന്നുള്ളത് ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന സവർക്കർ നേരത്തെ സൂചിപ്പിച്ച അഖണ്ഡ ഭാരതം എന്ന ആശയമാണ് എന്നാണ്. ആ സവർക്കറിനെ കുറിച്ചൊരു വാചകം കൂടി പറഞ്ഞു പോകണം. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയട്ടെ. 1911 ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ കിടക്കുമ്പോൾ ഇതേ ഇന്ന് ഭാരതാംബയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന അഖണ്ഡ ഭാരത സങ്കല്പം ഉണ്ടാക്കിയ ഈ സവർക്കർ എഴുതി കൊടുക്കുന്ന ദയാഹർജി ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കണം, അത് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ് ആ ദയാഹർജി? ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലെ ഹോം മെമ്പർ റിജിനാൾഡ് ക്ലൗഡോക്കിന് യുവർ ഓണർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ ദയാഹർജിയുടെ ഒരു ഭാഗത്ത് പറയുന്നു, ഏത് രീതിയിൽ വേണമെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ തയ്യാറാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ. എൻ്റെ സംഭാഷണം ആത്മാർത്ഥമാണ്. എന്നെ ജയിലിൽ തന്നെ നിലനിർത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. വിട്ടാലും മാറ്റമൊന്നും വരില്ല. അധികാര കേന്ദ്രത്തിനെ കരുണ കാട്ടാൻ കഴിയൂ. സർക്കാരിൻ്റെ പിതൃസഹജമായ കവാടങ്ങൾക്കുള്ളിലല്ലാതെ മറ്റെവിടെയാണ് മുടിയനായ പുത്രന് മടങ്ങിച്ചെല്ലാനാവുക? ഈ കുട്ടികളോട് രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുടിയനായൊരു പുത്രൻ ഒരു സഹജമായ ഒരു പിതൃരാജ്യത്തിൻ്റെ കവാടത്തിലേക്ക് പോയി മാപ്പപേക്ഷിച്ച ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നതെന്ന പൊളിറ്റിക്കൽ മെസ്സേജാണോ കൊടുക്കാൻ പോകുന്നത്? ആ മെസ്സേജാണോ? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൈയടിച്ച് അഭിനന്ദിക്കുന്നത്, അവിടെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠമുണ്ട്. ചരിത്രത്തെ നമ്മൾ പോരാട്ടത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും ടെക്സ്റ്റിനോടൊപ്പം നമ്മൾ സബ് ടെക്സ്റ്റ് പഠിക്കും, പാഠത്തോടൊപ്പം ഉപപാഠം പഠിക്കും. നിങ്ങൾ കാണുന്ന ചിത്രം എന്താണ്? കുട്ടിക്കത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രി കാണിച്ച, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ആർജവം കുട്ടികളുടെ മനസ്സിലുണ്ട്. ഇനി ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. ആ വരച്ചിരിക്കുന്ന ഭാരതാംബ അത് കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതാംബയല്ല, അത് അവനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയല്ല, അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ചിത്രമല്ല. പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ കാവി പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയല്ലെന്നും ആ കുട്ടികൾ പഠിച്ചു. അങ്ങനെ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പ്രതിഷേധിക്കാതെ പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ബോധം എന്നുള്ളത് അത്യന്തം അപകടകരമായ ഒരു ബോധമാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രതികരണം അങ്ങനെ തന്നെ ആവണം. ആ വാക്ക് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നു. എന്ത് പ്രോട്ടോക്കോളാണ്? ഗവർണർക്കില്ലാത്ത പ്രോട്ടോക്കോളാണോ? ആ ഭാരതാംബയിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത്? ഒരു സർക്കാരിൻ്റെ പരിപാടി നടത്തുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ ഈ ഗവർണറുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ 163 ആർട്ടിക്കിളിലല്ലേ? എന്താ 163 ആർട്ടിക്കിൾ പറയുന്നത്? ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഉപദേശത്തിലും ആരുടെ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഈ ഗവർണർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇത്തരം ചിത്രങ്ങൾ വെച്ച് പൂജിക്കാൻ ആ ഗവർണർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് പൊതുപരിപാടിയിലല്ല. ഗവർണറുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഏത് ചിത്രത്തിൽ പൂജിച്ചാൽ ആർക്കാ കുഴപ്പം? ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സ്മൃതി മന്ദാനയുടെയോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ബോളിവുഡ് താരത്തിൻ്റെയോ ഹോളിവുഡ് താരത്തിൻ്റെയോ ഒക്കെ ചിത്രം വെച്ച് പൂജിക്കാനും അതിൽ ആരാധിക്കാനും ഒക്കെയുള്ള അവകാശം ഗവർണർക്കുണ്ട്. പക്ഷേ ഒരു പൊതുചടങ്ങിൽ ഇതേപോലെ വികലമായ ഒരു ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാരതാംബ എന്ന ഒരു സാഹിത്യ സാംസ്കാരിക ചിഹ്നത്തെ അതിൽ തന്നെ വ്യത്യസ്തപ്പെടുത്തി അതിൽ കാവിക്കൊടി പകർത്തി രാജ്ഭവനെ ഈ നിലവിൽ ഒരു ശാഖയാക്കി മാറ്റാൻ, RSSൻ്റെ ശാഖയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവണം. ആ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ആ പ്രതിഷേധത്തിനുമപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഉപപാഠം കൂടിയാണ്. വളരെ ശക്തമായൊരു ഉപപാഠം, ഒരു സബ് ടെക്സ്റ്റ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് കരുത്തേകുന്ന ഒരു നിമിഷമായി തന്നെ ഞാനിതിനെ കാണുകയും ചെയ്യുന്നു. പിന്നെ പ്രോട്ടോകോൾ ഭീഷണിയൊക്കെ അത് തൽക്കാലം ഗവർണർ കൈവശം വെച്ചാൽ മതി. ആ ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രോട്ടോക്കോളും നിലവിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് തെളിയിച്ചോ ഒരു സർക്കാർ പരിപാടി നടത്തണമെന്നും അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ നിന്ന് വാക്കൗട്ട് നടത്താതിരിക്കാമെന്നും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി നമ്മൾ പറയാം,
ഗവർണറിനെ ടൂളായി ഉപയോഗിക്കുന്നു. നിർഭാഗ്യവശാൽ ഭാരതാംബ എന്ന സാംസ്കാരിക സാഹിത്യ ചിഹ്നത്തെ പോലും ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഉപയോഗിക്കുന്ന ഒരു കൗശലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് അത്യന്തം അപകടകരമായ സംഘപരിവാറിന്റെ ബുദ്ധിയാണ്. ഇന്ന് അതിന്റെ പേരിൽ ABVP പല സ്ഥലങ്ങളിലേക്കും പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി നിങ്ങൾ കരുതി വെക്കേണ്ടി വരും, എല്ലാ സംഘപരിവാർ സംഘടനകളും എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള ടേക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്നെടുത്ത ധീരമായ നിലപാടിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതൊരു ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുകയും ചെയ്യുന്നു ഈ പോരാട്ടത്തിൽ എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.